കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏത്? എ. മലമ്പുഴ അണക്കെട്ട്, ബി. നെയ്യാർ അണക്കെട്ട്, സി. മുല്ലപ്പെരിയാർ അണക്കെട്ട്, ഡി. ഇടുക്കി അണക്കെട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏത്? ഉത്തരം ഡി. ഇടുക്കി അണക്കെട്ട്. ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏത്? എ. ഭാരതപ്പുഴ, ബി. പെരിയാർ, സി. നെയ്യാർ, ഡി. പമ്പ. ഉത്തരം ബി. പെരിയാർ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം പുഴയുടെ നീളം എത്ര? എ. 10 കിലോമീറ്റർ, ബി. 15 കിലോമീറ്റർ, സി. 16 കിലോമീറ്റർ, ഡി. 20 കിലോമീറ്റർ. ഉത്തരം സി. 16 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? എ. വേമ്പനാട്ട് കായൽ, ബി. അഷ്ടമുടി കായൽ, സി. കായംകുളം കായൽ, ഡി. ശാസ്താംകോട്ട കായൽ. ഉത്തരം എ. വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? എ. വേമ്പനാട്ട് കായൽ, ബി. അഷ്ടമുടി കായൽ, സി. കായംകുളം കായൽ, ഡി. ശാസ്താംകോട്ട കായൽ. ഉത്തരം ഡി. ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ വനമില്ലാത്ത ജില്ല ഏത്? എ. ആലപ്പുഴ, ബി. കോഴിക്കോട്, സി. കോട്ടയം, ഡി. മലപ്പുറം. ഉത്തരം എ. ആലപ്പുഴ. കേരളത്തിൽ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്ര? എ. 5, ബി. 18, സി. 26, ഡി. 36. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം ബി. 18. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം എത്ര? എ. 6, ബി. 16, സി. 26, ഡി. 36. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം എ. 6. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ജില്ല ഏത്? എ. മലപ്പുറം, ബി. കോഴിക്കോട്, സി. വയനാട്, ഡി. ഇടുക്കി. ഉത്തരം ഡി. ഇടുക്കി. പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം എന്ന്? എ. 1930, ബി. 1934, സി. 1950, ഡി. 1947. പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം എന്ന്? ഉത്തരം സി. 1950. മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമായ ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? എ. കൊല്ലം, ബി. വയനാട്, സി. ഇടുക്കി, ഡി. മലപ്പുറം. ഉത്തരം എ. കൊല്ലം.